നമസ്കാരം. കാമുകന്റെ കടബാധ്യത തീർക്കാനായിട്ട് സ്വന്തം പെറ്റമ്മയെ കഴുത്തു ഞെരിച്ചു കൊന്ന ഒരു മകൾ. വിവാഹിതയാണ്, ഭർത്താവുണ്ട്, ഒരു മകനുമുണ്ട്. പ്രായം 45 വയസ്സാണ് ഈ മകൾക്ക്. അയൽവാസിയായ കാമുകന്റെ പ്രായം 27. എങ്ങനുണ്ട്? സംഭവം പറയാം. തൃശ്ശൂർ മുണ്ടൂർ ഭാഗത്ത് തങ്കമണി എന്ന 75 വയസ്സുകാരി മരണപ്പെട്ട് കിടക്കുന്നുവെന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്ഥലത്തെത്തുന്നത്. സ്ഥലത്തെത്തിയ പോലീസ് തങ്കമണിയുടെ വീട്ടിലുണ്ടായിരുന്ന മകളോട് കാര്യങ്ങൾ തിരക്കുന്നു. എന്നാൽ മകൾ പറഞ്ഞത് നടക്കാൻ ഇറങ്ങിയ സമയത്ത് കാല് തെറ്റി തലയടിച്ച് വീണോ മറ്റോ അപകടം സംഭവിച്ചതാകാം ഇത്തരത്തിൽ മരണപ്പെട്ടതെന്നായിരുന്നു മകൾ പോലീസിനോട് പറഞ്ഞത്. അവിടെ സമീപം ഒരു ഉരലുണ്ട്, ആ ഉരലിൽ തല തട്ടിയതാകാം എന്നാണ് മകൾ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പോലീസിന് ചില സംശയങ്ങളൊക്കെ തോന്നി, തലയിലെ മുറിവും മറ്റുമൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർക്ക് ചില സംശയങ്ങളുണ്ടായി. അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലാണ് ഈ ഒരു മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ഇതൊരു സാധാരണ മരണമല്ല, ശ്വാസം മുട്ടിച്ചുള്ള മരണമാണെന്നാണ്, അതായത് കൊലപാതകമാണെന്നാണ് ഡോക്ടർ പോലീസിനെ അറിയിച്ചത്. തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് തങ്കമണിയുടെ വീട്ടിലെത്തി മകളുമായിട്ട് സംസാരിച്ചു. അവിടെ മകളും ഭർത്താവും മോനും ഈ തങ്കമണിയും ഒക്കെയാണ് താമസിക്കുന്നത്. അങ്ങനെ മകനോട് ചോദിച്ചപ്പോഴാണ് മകൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് പോലീസിന് അന്വേഷണത്തിന് തുമ്പുണ്ടാക്കിയത്. മകൻ ഇങ്ങനായിരുന്നു പറഞ്ഞത്. അയൽവാസിയായ നിതിൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഈ കൊലപാതകം നടന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് തന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, വിരലടയാള വിദഗ്ധർ അവിടെ എത്തിയോ, പോലീസ് നായ അവിടെ എത്തിയോ എന്നൊക്കെ. അങ്ങനെ പോലീസിന് നിതിനെ സംശയമാക്കി. എന്തിനായിരിക്കും നിതിന് ഈ കൂടെ തിരക്കുന്നത്? തുടർന്ന് സന്ധ്യയുടെ ഫോണ് പോലീസ് പരിശോധിച്ചു. അതിൽ സന്ധ്യ നിതിന് പലതവണയായിട്ട് പണം ഗൂഗിൾ പേ ചെയ്തിരിക്കുന്നതായി കണ്ടെത്തി. സന്ധ്യയും നിതിനും തമ്മിൽ നിരന്തരം ഫോൺ വിളിക്കാറുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ സന്ധ്യയെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു. അപ്പോഴാണ് മറ്റൊരു അവിഹിതത്തിന്റെ കഥ പുറത്തു വരുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഈ 45 വയസ്സുള്ള ഈ സന്ധ്യയും അയൽവാസിയായ 27 വയസ്സ് മാത്രം പ്രായമുള്ള നിതിനും പ്രണയത്തിലായിരുന്നത്രേ. ഈ നിതിൻ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റായിട്ടൊക്കെ കുറച്ചുനാൾ ജോലി ചെയ്തിരുന്നു. പിന്നീട് ആ ജോലി പോയി. പിന്നീട് വീട്ടിൽ തന്നെയാണ്, മറ്റു ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെയാണ്. അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നുണ്ട്. എങ്ങനെയൊക്കെയോ നിതിന് കുറെ കടബാധ്യതകളായി. തന്റെ കടബാധ്യതകളെ പറ്റി നിതിൻ കാമുകിയായ സന്ധ്യയെ അറിയിച്ചു. സന്ധ്യയ്ക്ക് എങ്ങനെങ്കിലും നിതിന്റെ കടബാധ്യത തീർക്കണമെന്നുള്ള ആഗ്രഹമായി. അങ്ങനെ തന്റെ അമ്മയായ തങ്കമണിയോട് സ്വർണം പണയം വെക്കാനായിട്ട് ചോദിച്ചു. പക്ഷേ തങ്കമണി കൊടുത്തില്ല. അങ്ങനെ ഇരുവരും വാക്കുതർക്കമായി. അതായത് അമ്മയും മകളും തമ്മിൽ വാക്കുതർക്കമായി. ഒടുവിൽ സന്ധ്യ അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പൊക്കിയെടുത്ത് നിലത്തടിച്ചു. അങ്ങനെ ശ്വാസം മുട്ടിച്ച ആ അമ്മയെ ആ മകൾ കൊലപ്പെടുത്തുകയാണത്രേ. അറിയാൻ കഴിയുന്നത്, ആ അമ്മ ഭർത്താവ് മരിച്ചതിന് ശേഷം അമ്മയ്ക്ക് 2 മക്കളാണെന്ന് തോന്നുന്നു. അതിലൊരു മോനുണ്ടായിരുന്നു, മോൻ മരണപ്പെട്ടു എന്നാണ് അറിയുന്നത്. പിന്നുള്ള ഈ ഒരു മകൾ മാത്രമാണ്. ആ മകൾക്ക് വേണ്ടിയിട്ടാണ് ആ അമ്മ ജീവിച്ചിരുന്നത്. ആ മകളാണ് ആ അമ്മയെ ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തിയത്. അമ്മയെ കൊന്നതിന് ശേഷം കാമുകനായ നിതിനെ സന്ധ്യ വിളിച്ചു വരുത്തി. അതിനുശേഷം മൃതദേഹം കട്ടിലിൽ കിടത്തി മീൻ വെട്ടുന്ന കത്രിക ഉപയോഗിച്ച് സ്വർണം മാലയും ആഭരണങ്ങളും മുറിച്ചെടുത്തു. എന്നിട്ട് അത് നിതിന് കൊടുത്തു. പിന്നീട് നിതിനും സന്ധ്യയും ചേർന്ന് മൃതദേഹം പറമ്പിൽ കൊണ്ടിടുകയായിരുന്നു. അതിനുശേഷം നിതിൻ അയൽവാസികളോട് പറഞ്ഞത് തങ്കമണി തലയിടിച്ച് അവിടെ വീണ് കിടക്കുന്നു എന്നൊക്കെ നിതിൻ അയലത്തുകാരോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. തങ്കമണിയുടെ മകൾ സന്ധ്യയും നിതിൻ പറഞ്ഞ പോലെ തന്നെ അയൽവാസികളോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. നിതിൻ ഈ സ്വർണ്ണാഭരണങ്ങൾ അടുത്തുള്ള പണയം വെക്കുന്ന സ്ഥാപനത്തിൽ ഈ സ്വർണം കൊണ്ട് പണയം വെച്ച് ഏതാണ്ട് 1.5 ലക്ഷം രൂപയോടെ എടുത്തു. അതിനുശേഷം ശബരിമലയിലേക്ക് പോയി എന്നുമാണ് പറയുന്നത്. എന്തായാലും പോലീസ് നിതിനായുള്ള അന്വേഷണം നടത്തി. തുടർന്ന് നിതിന്റെ വീട്ടിലേക്കല്ല ശബരിമലയിൽ നിന്ന് വന്നത്, സഹോദരിയുടെ വീട്ടിലേക്കാണെന്ന് തോന്നുന്നു. അവിടാണ് എത്തിയതെന്നാണ് പറയുന്നത്. എന്തായാലും പോലീസ് അവിടെ വല വിരിച്ചിരിപ്പുണ്ടായിരുന്നു. നിതിനെ കൈയോടെ തന്നെ പൊക്കി. രണ്ടുപേരെയും വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് സംഭവം ഇത് തന്നെയാണ്, സന്ധ്യ പറഞ്ഞത് തന്നെയാണ്. ഇവർ കഴിഞ്ഞ 3 വർഷമായി പ്രണയത്തിലാണ്. ഇവരുടെ ഒരു പ്രായം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അല്ലേ? എന്തായാലും ഈ നിതിന്റെ കടം തീർക്കാനായിട്ട് കാമുകി ചെയ്തതാണ് ഈ ക്രൂര കൊലപാതകം. അതും സ്വന്തം അമ്മയെ, ആ മകൾക്കായിട്ട് ജീവിച്ച അമ്മയെയാണ് ഇത്തരത്തിൽ കൊന്നുതള്ളിയത്. ഈ സന്ധ്യയെപ്പറ്റി പോലീസ് പറയുന്നത് ആള് ഇച്ചിരി കായിക ശേഷിയുള്ള ആളാണ്. അവർ ജിമ്മിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണെന്നാണ് അറിയുന്നത്. എന്തായാലും സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ
നിതിൻ അങ്ങ് കരയുന്ന അവസ്ഥയിലാണ്. പക്ഷേ സന്ധ്യയുടെ ആ ഒരു മുഖഭാവം, ഇതിലൊരു കുറ്റബോധവും തനിക്കില്ല എന്നുള്ള രീതിയിലായിരുന്നു സന്ധ്യയുടെ ആ നിപ്പൊക്കെ. എന്തായാലും പോലീസിന്റെ അന്വേഷണ മികവാണ് തങ്കമണിയുടെ മരണം അതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ആ അമ്മ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല താൻ ഓമനിച്ച് വളർത്തിയ തന്റെ മകൾ, ആ മകൾക്കായിട്ട് ജീവിതം ഒഴിഞ്ഞുവെച്ച അമ്മയായ തന്നെ ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തുമെന്ന്. അതും കാമുകന്റെ കടബാധ്യത തീർക്കാനായിട്ട്. എന്തല്ലേ!